സോളോ റൈഡ്സ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നും ഗ്രൂപ്പ് റൈഡ് വേണമെന്ന് തോന്നും. കാരണം ചില സമയത്ത് നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു യാത്ര ചെയ്യാം. ഇപ്പോൾ 365 ഡേയ്സ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എവിടെയും പോസ്റ്റ് ചെയ്യാണ്ട് അവരവരുടെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനായിട്ട് പോകുന്നവരുണ്ട്. എനിക്ക് മഴയാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ മൂവി ലൊക്കേഷൻസൊക്കെ ഈ പറയുന്ന പോലെ ഏറെക്കുറെ അതേമാതിരി ആവണം എന്നില്ല. കാരണം അവർ കുറച്ചും കൂടി സെറ്റ് ഇട്ടതാവാം. കുറേ നാൾക്ക് ശേഷമാണ് കാന്തല്ലൂരിലേക്ക് ആ ഭംഗി ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. കാന്തല്ലൂരിൽ നിന്ന് കൂടുതൽ നമുക്ക് പച്ചക്കറികൾ വട്ടവട പോലെ തന്നെയാണ്. ഇപ്പോൾ ലോങ് പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി ചൂസ് ചെയ്യാം. സേഫ്റ്റിയുടെ കാര്യം നമുക്കൊരിക്കലും അത് നമുക്കൊരു കോംപ്രമൈസ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണ്. എൻ്റെ പേര് സ്നേഹ, ഞാനൊരു HR ആസ്പിരൻ്റാണ്. ഇന്ന് നമുക്കിവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ശരത്താണ്. ഹീസ് എ ബൈക്കർ ആൻഡ് അതുപോലെ ഒരു ട്രാവലറും കൂടിയാണ്. പിന്നെ പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓട്ടോ ജേർണലിസ്റ്റ് പേജിൽ ആദ്യമായി പുറത്തുനിന്ന് ഒരാളെ ഫീച്ചർ ചെയ്തത് ശരത്തിനെയായിരുന്നു. സോ വെൽക്കം ടു ദ ഷോ. ആദ്യമായിട്ട് പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ പേജിൽ പുറത്തുനിന്ന് ഒരാളെ ഫീച്ചർ ചെയ്യുന്നത് ശരത്തിനെയാണ്. ഹൗ ഡിഡ് യു ഫീൽ? ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. പവർ ഡ്രിഫ്റ്റ് ആക്ച്വലി ഇവിടെ ഒരു ലോഞ്ചിന് വേണ്ടി വന്നൊരു ടൈം ഉണ്ടായിരുന്നു, ടാറ്റ ഹെക്സയുടെ. സോ ആ ടൈമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, അവരിങ്ങനെ മീറ്റപ്പ് ഇങ്ങനെ ഉണ്ട്, ആർക്കെങ്കിലും ക്യാച്ചപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ലുലുവിലായിരുന്നു അന്ന്. വർക്കിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ജസ്റ്റ് പോയി മീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ സ്റ്റോറി ആക്ച്വലി പുള്ളിയോട് പറയുകയാണ് ചെയ്യുന്നത്. അന്ന് ഗ്ലെൻ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ട്രാവൽ ചെയ്യുമായിരുന്നു. പിന്നെ വർക്കിന് വേണ്ടിയിട്ട് ബൈക്ക് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ കമ്പനി നമുക്ക് ആക്ച്വലി ക്ലെയിം ചെയ്യാം. നമുക്കിപ്പോൾ സെയിൽസ് ജോബാണെങ്കിലും നമുക്ക് എല്ലാത്തിനും ക്ലെയിം ചെയ്യാം. അപ്പോൾ ആ ക്ലെയിമിങ് ആക്ച്വലി ഞാൻ ബസ്സിനോ കാറിനോ അല്ലെങ്കിൽ ട്രെയിനോ പോകാണ്ട് മോസ്റ്റ്ലി ബൈക്ക് എടുത്ത് ട്രാവൽ ചെയ്യുമായിരുന്നു. എനിക്ക് ആ ടൈമിൽ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് മോസ്റ്റ്ലി ബൈക്കിനായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. അങ്ങനെയാണ് സെയിൽസ് ഗൈ ഹു ട്രാവൽസ് ഓൺ എ ബൈക്ക് എന്നുള്ള ഒരു പേര് പുള്ളിയായിട്ട് തന്നെ തരുകയും ചെയ്തു. അതിന് പുറമെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നപ്പോൾ, അതായത് പുറത്തുനിന്ന് ഒരാളെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ അവർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് വന്നത്. സെയിൽസ് ഗൈ ഹു ട്രാവൽസ് ഓൺ ബൈക്ക്, അതാണല്ലോ അവർ തന്ന പേര്. ഓക്കെ, എന്താണ് യാത്രകളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് യാത്ര എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്? വാട്ട് ഈസ് യാത്ര? യാത്ര ആക്ച്വലി കുറേ മീനിങ് എനിക്ക് തന്നിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ സോളോ റൈഡ്സ് പോയിട്ടുണ്ട്, ഗ്രൂപ്പ് റൈഡ്സ് പോകുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ റൈഡ്സ് ഈ പറഞ്ഞ പോലെ സോളോ റൈഡ്സ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നും ഗ്രൂപ്പ് റൈഡ് വേണമെന്ന് തോന്നും. കാരണം ചില സമയത്ത് നമുക്ക് ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. ചില ക്ലോസ് സർക്കിൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലാണ്. സോളോ റൈഡ് ആക്ച്വലി പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ. ഇപ്പോൾ നമ്മൾ വർക്ക് കൾച്ചറിൻ്റെ ഇടയ്ക്ക് ഒന്ന് ലേശം വട്ടൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമ്മളൊരു സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ, ഇപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ അങ്ങനെയാണ് കൂടുതലും പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി വരാനും എല്ലാത്തിനും കുറച്ചും കൂടി ബെറ്റർ അതാണ്. അപ്പോൾ ആരെയും വിളിക്കേണ്ട, ആരെയും ടൈം നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ടൈമിന് പോവാം. 5 ആയിക്കോട്ടെ 6 ആയിക്കോട്ടെ, മോർണിംഗ് 7 എപ്പോൾ വേണമെങ്കിലും എണീക്കുക, പോവുക, ഗിയർ ഇടുക, ബൈക്കിലിടുക, ഇറങ്ങുക, പോവുക. അതിപ്പോൾ എന്ത് ബൈക്കും ആയിക്കോട്ടെ. ഇപ്പോൾ അതായത് ഞാൻ ഫ്രണ്ട്സിൻ്റെ ബൈക്ക് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു സ്കൂട്ടറുണ്ട്, അതെടുക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നു. അതിപ്പോൾ ഡെസ്റ്റിനേഷൻ ഇന്നതാവണം എന്നില്ല, ഏത് ഡെസ്റ്റിനേഷൻ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിയർ ബൈ ആവാം. ലോങ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുട്ടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ച് ട്രബിളുണ്ട്. കാരണം ചാടിപ്പടച്ച് പോകാൻ പറ്റില്ല പഴയ പോലെ. അപ്പോൾ നിയർ ബൈ ലൊക്കേഷൻസൊക്കെ പോയി നമുക്കൊന്ന് ആ മൈൻഡ് ഒന്ന് ക്ലിയറായി തിരിച്ചു വരും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യം തന്നെയാണ്, നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു യാത്ര ചെയ്യാം. എല്ലാവർക്കും ഓരോ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ചില കാര്യങ്ങളാവാം, ഒറ്റയ്ക്കിരിക്കുന്നതാവാം, പാട്ട് കേൾക്കുന്നതാവാം. എനിക്ക് ട്രാവൽ ചെയ്യുന്നതാണ്, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത് വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. പണ്ട് ഞാനൊക്കെ എൻ്റെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുന്നേ ഈ റീൽസും സോഷ്യൽ മീഡിയയൊക്കെ ട്രാവലിങ്ങിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ ബൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോട് നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. റീൽസും കാര്യങ്ങളും വന്നതിന് ശേഷം അത് ഭയങ്കര കോമൺ ആയതുപോലൊരു ഫീല് പലർക്കും തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ ആക്ച്വലി റീൽസൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ലോങ് റൈഡ്സ് പോകുന്നവരുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളി ലൈക്ക് ഇപ്പോൾ
നമ്മൾ ഓൾ ഇന്ത്യ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമാണ്. പക്ഷേ പണ്ട് പുള്ളി ഓൾ ഇന്ത്യ, അതിന് പുറമെ പുള്ളി നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ ബർമ്മ, മയന്മാർ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പുള്ളി സോഷ്യൽ മീഡിയയിൽ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. പുള്ളി ഒരു കോസിനായിട്ടാണ് പോയത്. ആക്ച്വലി ചൈൽഡ് അബ്യൂസിന് എതിരെ എന്നുള്ള ഒരു കോസായിട്ടാണ് പുള്ളി അന്ന് പോയിരുന്നത്. അപ്പോൾ കുറച്ച് സ്കൂളിലൊക്കെ പോയി സംസാരിച്ച് അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളി പോയത്. പക്ഷേ പുള്ളി എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനായിട്ട് പുള്ളിയായിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, നമുക്ക് അറിയുന്നതുകൊണ്ട് അറിയാത്തവരായിട്ടുള്ള കുറേ പേരുണ്ട്. ഇപ്പോൾ 365 ഡേയ്സ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എവിടെയും പോസ്റ്റ് ചെയ്യാണ്ട് അവരവരുടെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനായിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഞാനൊക്കെ പോയ കാലഘട്ടത്തിലാണെങ്കിലും റീൽസ് ഇല്ല. അന്ന് കൂടുതലും ചെറിയ ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിൽ ലെങ്തി വീഡിയോസ് ഇടാൻ. അപ്പോൾ ഞാനാണെങ്കിലും കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഈ ലെങ്തി വീഡിയോസ് എടുക്കാനാണെങ്കിൽ സ്റ്റോറി ടെല്ലിങ് കുറച്ച് കുറവാണ്, ഞാൻ പുറകോട്ടാണ്. പക്ഷേ എന്നാലും ഞാനിത് ചെയ്യുന്നത് ആക്ച്വലി ഫോട്ടോസിലൂടെ പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റൈറ്റപ്പ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ 10-15 ഡേയ്സ് റൈഡൊക്കെ പോകുകയാണെങ്കിൽ അതെല്ലാം ഓരോ ഡേ ടു ഡേ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ റൈറ്റപ്പ് ആയിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ വീഡിയോ കണ്ടൻറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റിങ്, ഭയങ്കര സംഭവമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ചെറിയ കുട്ടികൾ വരെ നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരുണ്ട്, റീൽസിൽ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ഫോണുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ചൊക്കെ അസൂയ തോന്നാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് മടി എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടികളാണ്. എന്നാലും പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആ മെമ്മറീസ് ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇപ്പോഴും. ഈ റീൽസിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ നമ്മളിലോട്ട് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വിഷ്വലൈസേഷൻ നമ്മൾ അതിൽ കണ്ട പോലെ തന്നെ ആവണമെന്നില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് റീൽസിൽ കണ്ട സാധനം അതുപോലെ തന്നെ അവിടെ കാണാണ്ടിരിക്കുമ്പം എന്തായിരിക്കും ഫീൽ ചെയ്യുക? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് കുട്ടിക്കാനത്ത് പോയത്, അതായത് നമ്മുടെ ഇവിടെ മഴയുടെ സീസൺ വന്ന ടൈമിൽ കുട്ടിക്കാനം ഒന്ന് പോയി. അപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, നൈറ്റാണ് പറയുന്നത്, പുള്ളിയെടുത്ത് പറയുന്നു നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ഞങ്ങൾ പോയി തിരിച്ചെത്തുന്നവരെ മഴ എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല. നോർമലി കുട്ടിക്കാനത്ത് എപ്പോഴും മഴ കിട്ടാറില്ല. ഞങ്ങൾ റീല് കണ്ടിട്ടാണ് ഒന്ന് പോയത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമം കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മഴ പ്രതീക്ഷിച്ച് പോകുന്നത്. എനിക്ക് മഴയാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലൊന്നും പോകുന്നതല്ല, പക്ഷെ എന്നാലും മെല്ലെ ഓടിക്കുകയുള്ളൂ. കാരണം കെയർഫുള്ളായിട്ട് നമ്മൾ ഓടിച്ച് ആ മഴ ആസ്വദിച്ച് നമ്മളങ്ങനെ പോകുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. കാരണം ഞാൻ റൈഡ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഫുള്ളി ഗിയർഡായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ജാക്കറ്റ്, പാൻറ്റ്, ഹെൽമെറ്റ്, ബൂട്ടും എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ചൊരു ആ ഒരു ചൂട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും അത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കുന്നുണ്ടും ചിലപ്പോൾ നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കണം എന്നില്ല. മേ ബി റോഡിലെ വല്ല പ്രശ്നമായിരിക്കാം, മേ ബി ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ നമുക്ക് അറിയാണ്ട് എന്തെങ്കിലും പറ്റണതൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്കൊന്നൊരു ആക്സിഡൻറ്റ് വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലോ നമ്മൾ എടുക്കുന്ന എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് ട്രാവലിന്. അപ്പോൾ റീൽസിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചാർലി സിനിമയുടെ ലൊക്കേഷൻ അല്ല, ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വാഗമൺ അല്ല, ആക്ച്വലി അത് പീരുമേട് സൈഡിലാണ്. അപ്പോൾ അവിടെ ഇതേപോലെ പോയിട്ട് ഒരു പ്രാവശ്യം ഫുൾ ഡ്രൈ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിനിമയിൽ കാണിക്കുന്നത് വേറെ, അവിടെ ചെല്ലുമ്പോൾ വേറെയാണ്. പിന്നെ മൂവി ലൊക്കേഷൻസൊക്കെ ഈ പറയുന്ന പോലെ ഏറെക്കുറെ അതേമാതിരി ആവണം എന്നില്ല. കാരണം അവർ കുറച്ചും കൂടി സെറ്റ് ഇട്ടതാവാം. മഴ പലപ്പോഴും ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒന്നാണ്. മഴയത്തുള്ള റൈഡ് എങ്ങനെയാണ്? മഴയത്തുള്ള റൈഡ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ മഴ എന്ന് പറയുമ്പോൾ, ബൈക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു കട്ടൻ ചായ, ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു നൂഡിൽസ്, അതായത് മാഗി, 10 രൂപയുടെ മാഗിയുടെ പാക്കറ്റ് മൂന്നാറൊക്കെ പോകുമ്പോൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ മൂന്നാർ വേണമെന്നില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തെന്ന് പറയാനായിട്ട് മൂന്നാർ, വാഗമൺ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു ഗോ ടു പ്ലേസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന സ്ഥലമാണ്. അപ്പോൾ മഴയത്താണെങ്കിൽ മഴയാത്രകളിൽ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ മൂന്നാർ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ തന്നെ മൂന്നാർ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മഴയത്ത് പോകാനായിട്ട്. ഇപ്പോൾ ഗ്യാപ്പ് റോഡ് ആയിക്കോട്ടെ, ഗ്യാപ്പ് റോഡ് പോയി കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു കട്ടൻ ചായയും ഒരു ബ്രെഡ് ഓംപ്ലേറ്റോ അല്ലെങ്കിൽ മാഗിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ, ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മഴയും കിട്ടി ചെറിയൊരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കാരണം ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴുള്ളൊരു ഫീലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് തരുന്നത്. ഇപ്പോൾ മഴ നോർമലി നമ്മൾ ഹൈവേയിൽ പോകുമ്പോഴുള്ളൊരു സുഖം കിട്ടിയില്ലെങ്കിലും ലോങ് റൈഡ്സ് പോകുമ്പോൾ ഇത് വളരെയധികം നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേര് പോകുന്നൊരു സ്ഥലമാണ് കാന്തല്ലൂർ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാന്തല്ലൂർ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാന്തല്ലൂർ ആക്ച്വലി ഞാൻ ഒരു 10 വർഷം മുമ്പാണ് പോകുന്നത്. സ്റ്റാർട്ടിങ്, അതായത് ഒരു ഫാദറിൻ്റെ കൂടെയാണ് ഞാൻ ആ ഭാഗത്ത് പോകുന്നത്. നമ്മളൊരു അന്നൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിമോട്ടായിട്ടുള്ളൊരു വില്ലേജ് പോലെ ഫീൽ ചെയ്തിരുന്നത്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ അങ്ങോട്ട് എത്തിപ്പെടാത്തൊരു ഏരിയ പോലെ. അങ്ങോട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. റിസോർട്ട്സ് ഒന്നും അധികം ഇല്ല. കൂടുതലും നമ്മൾ എല്ലാവരും മൂന്നാറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, മൂന്നാർ ഒന്നില്ലെങ്കിൽ മൂന്നാർ ടൗൺ ഏരിയയിൽ മാത്രമായിരിക്കും എല്ലാവരും നിൽക്കുന്നത്. പിന്നെ കൂടുതലും ഇരവികുളം നാഷണൽ പാർക്ക് ആ ഭാഗത്തോട്ട് പോകും. മൂന്നാർ നമ്മൾ മറയൂർ റൂട്ട് പോകുമ്പോൾ കൂടുതലും ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോകും. മാക്സിമം ചിന്നാർ വരെ പോകും. ചിന്നാറിന്ന് നമ്മൾ ആ ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാർ, അതായത് മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോകുന്നത് കുറവായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കാന്തല്ലൂരിലേക്ക് ആ ഭംഗി ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. കാന്തല്ലൂരിൽ നിന്ന് കൂടുതൽ നമുക്ക് പച്ചക്കറികൾ, വട്ടവട പോലെ തന്നെയാണ് കാന്തല്ലൂരിൽ നിന്ന് പച്ചക്കറികളും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പോൾ മൂന്നാർ ടൗണിലൊക്കെ കിട്ടുന്ന തന്നെ ക്ലൈമറ്റ് പോലെ തന്നെ ആ തണുപ്പും കാര്യങ്ങളും കാന്തല്ലൂർ കിട്ടും. പക്ഷേ കുറച്ചും കൂടി ഒരു റിമോട്ടായിട്ടുള്ള ഏരിയ ആയതുകൊണ്ടും ഇപ്പോൾ കുറച്ച് റിസോർട്ട്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതല്ലാതെ ഹോം സ്റ്റേസ് ഉണ്ട് അവിടെ കുറേ. അപ്പോൾ ഹോം സ്റ്റേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മഡ് ഹൗസസ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി താമസിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ നമുക്ക് കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാന്തല്ലൂർ കിട്ടും. അതായത് ഇപ്പോൾ സ്ട്രോബെറിയുടെ ഫാമും കാര്യങ്ങളുണ്ട്, ആപ്പിളുണ്ട്. ഇപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പോകുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ വിസിറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഫാമൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഒന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ആക്ച്വലി ഒരു ടൂറിസ്റ്റ് രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഭ്രമരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഭ്രമത്തിൽ ആക്ച്വലി മോഹൻലാലിൻ്റെ വീട് കാണിക്കുന്ന ആക്ച്വലി കാന്തല്ലൂർ സെറ്റ് ഇട്ടതാണ്. ഒരു പാറപ്പുറത്താണ് അത് ആക്ച്വലി സെറ്റ് ഇട്ടേക്കുന്നത്. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് അവിടെ നമുക്ക് ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ, ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. അതും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 10 രൂപ ടിക്കറ്റ് ഇട്ടിട്ട് ഉള്ളൊരു സ്ഥലമാണത്. പക്ഷേ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വണ്ടി അവിടെ വെച്ച് നമുക്ക് നടന്നു പോകണം. പക്ഷേ നല്ലൊരു ഈവനിങ് ടൈമിൽ നമുക്ക് പോകാൻ പറ്റും. സൺസെറ്റ് വ്യൂ പോയിൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ഒരു ട്രീ ഹൗസൊക്കെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ പോകുന്നത്. ട്രാവലിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പൊതുവേ ഒരു ടോക്ക് ഉണ്ട്. ഇപ്പോൾ ബൈക്ക് എടുത്ത് റൈഡിന് പോകുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ആ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടാണല്ലോ പോകേണ്ടത്. അപ്പോൾ അത് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ യോജിക്കുന്നില്ലേ? എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഐഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാംസങ് ആയിക്കോട്ടെ, ഏത് ഫോൺ ആയിക്കോട്ടെ, നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ഗിയർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു കവർ, ഒരു സ്ക്രീൻ ഗാർഡ്, ഇതൊക്കെ മേടിച്ചിടും. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് എന്നുള്ള സംഭവമാണ്. തലയിലൊരു ഹെൽമെറ്റ് കമ്പൽസറിയാണ്. പിന്നെ എല്ലാവരും മിസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, നമ്മുടെ കാല്. ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കാലിന് ഭയങ്കര പെട്ടെന്നാണ് ഈസിലി ബൈക്കിൽ നിന്ന് വീട് കഴിയുമ്പോൾ കാലൊടിയാനോ അതിലൊക്കെ ചാൻസസ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മളൊരു ബൂട്ട് ഇടാൻ എപ്പോഴും നമ്മൾ പ്രേരിപ്പിക്കുന്നൊരു സംഭവമാണ്. അതേപോലെ തന്നെയാണ് കൈ ആണെങ്കിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുത്തുന്ന കൈ, ഈ ഒരു പോർഷനായിരിക്കും കൈ ഫസ്റ്റ് കുത്തുന്നത്. അപ്പോൾ ആ കൈ കുത്തുമ്പോൾ ഒരു ഗ്ലൗസ്, അത് നമ്മൾ വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ വീഴണം എന്ന് നിർബന്ധിക്കുകയല്ല, പക്ഷെ എന്നാൽ പോലും എങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ളൊരു അതിലാണ്. അപ്പോൾ ഗ്ലൗസ് ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി, അതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജാക്കറ്റ്, റൈഡിങ് ജാക്കറ്റ് എന്ന് പറയും. റൈഡിങ് ജാക്കറ്റ് ആക്ച്വലി നമുക്ക് കുറേ രീതിയിലുള്ള റൈഡിങ് ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് മെഷ് ജാക്കറ്റ് എന്ന് പറയും. അപ്പോൾ കുറച്ച് ഹോൾസും കാര്യങ്ങളും, അതായത് കാറ്റ് കയറാനുള്ള, അതായത് എയർ വെൻറ്റിലേഷൻ ഉള്ള രീതിയിലുള്ള ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സമ്മർ സീസണിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ ഓടിക്കാൻ പറ്റിയ രീതിയിലുണ്ട്. പിന്നെ അഡ്വഞ്ചർ ജാക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ടൈപ്പ് ജാക്കറ്റ്സ്. അപ്പോൾ ഇതിനെല്ലാത്തിനും എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നൊരു 5,000 6,000 തൊട്ട് ജാക്കറ്റ്സ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എല്ലാം എക്സ്പെൻസ്, അത് ഓഫേഴ്സിലൊക്കെ കിട്ടും. ഇപ്പോൾ ചില സ്റ്റോറുകളിൽ ഓഫേഴ്സ് ഉണ്ടാവും, അതായത് ആനിവേഴ്സറി ഓഫേഴ്സ്. അപ്പോൾ കുറച്ചും കൂടി റേറ്റൊക്കെ കുറച്ച് കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ബജാജ് കാർഡ് EMI, ക്രെഡിറ്റ് കാർഡ് EMI, ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ലോങ് റൈഡ് പോകുമ്പോൾ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമല്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റി കൺസേൺ എന്നുള്ള രീതിയിൽ നമ്മളൊരു ബൈക്ക് എടുക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം മേടിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ISIയോ അല്ലെങ്കിൽ DOT, EC, ഇതൊക്കെ സർട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഹെൽമെറ്റ്സ് ഒക്കെ, നല്ലൊരു ഹെൽമെറ്റ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഗിയേഴ്സ് എക്സ്പെൻസീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്നാലും നമ്മുടെ ഹെൽത്ത് നോക്കും, നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഒരു ആക്സിഡൻറ്റ് പറ്റി കിടന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കേണ്ട പൈസയും കാര്യങ്ങളും നോക്കുമ്പോൾ ക്വൈറ്റ് കുറവാണ് ശരിക്കും ഒരു ഗിയർ എടുക്കുന്നത്. ഒരുപാട് റോഡ് ട്രിപ്സ് പോയിട്ടുള്ള വ്യക്തിയാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു റോഡ് ട്രിപ്പ് ഏതായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്ത, അത് ആക്ച്വലി നല്ല രീതിയിലുണ്ട്, ഒരു ബാഡ് രീതിയിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലഡാക്ക് പോയ സമയത്ത് എനിക്ക് AMS അടിച്ചു. AMS അടിച്ചതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചെറുതായിട്ട് പനി പിടിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ പ്രിക്കോഷൻ എടുക്കാതെ ഉള്ളൊരു സംഭവമായിരുന്നു ആ റൈഡ് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയത്ത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നോർമലി കൈ എന്തെങ്കിലും ഒരു കവർ ചെയ്യാനായിട്ടൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ നോർമൽ ഗ്ലൗസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നോർമൽ ഗ്ലൗസിൽ നമ്മൾ മഴയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കൈ അങ്ങനെ തണുക്കാൻ തുടങ്ങി. ഫുൾ ബോഡിയിലോട്ട്, കാരണം ബോഡിയിൽ കംപ്ലീറ്റ് നമ്മൾ ഗിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ ഇന്നർ ടീഷർട്ട് ഇതൊക്കെ എല്ലാം ഇട്ടിട്ടാണ് പോയിരുന്നത്. റെയിൻ ഗിയർ എല്ലാം ഉണ്ടായിരുന്നു. കൈ ഭാഗം മാത്രം ശ്രദ്ധിച്ചില്ലായിരുന്നു.
പിന്നെ അത് ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോഴാണ് ലേ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മണാലിയിൽ നിന്നാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. മണാലിയിൽ നിന്ന് ജിസ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിസ്പയിൽ ഹോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിസ്പയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു മഴ കിട്ടിയത്. മഴ കിട്ടി കുറച്ച് കഴിഞ്ഞ് വെയിലായി. പിന്നെ ക്ലൈമറ്റ് മാറി മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ റോഡ്സിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും മാറുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ടെറൈൻസ് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിത് ആ സമയത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ നോർമലി റൈഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഹൈഡ്രേഷൻ ബാഗ്, അതായത് നമ്മൾ വാട്ടർ ബാഗ് എന്ന് പറയും, ഷോൾഡറിൽ ഒരു ബാഗ് ക്യാരി ചെയ്യാറുണ്ട്. അത് വെള്ളം എപ്പോഴും ഞാൻ കുടിക്കാറുണ്ട്. ഒരു 4 ലിറ്റേഴ്സ് വെള്ളം ഒരു റൈഡ് പോകുമ്പോൾ കുടിക്കും. വന്നു പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ AMS അടിച്ചു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ തണുപ്പിൻ്റെ സംഭവം കൈക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ലേ എത്താറായപ്പോഴേക്കും ഏകദേശം കുറച്ച് ബോഡി വീക്കായി തുടങ്ങി. കാരണം ORSും ഞാൻ കയ്യിൽ ക്യാരി ചെയ്യും. അതായത് ഒരു കുപ്പി ലേ ട്രിപ്പിൽ ORS ജസ്റ്റ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ വളരെ ഇതായിട്ട് എനിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം എപ്പോഴും പോകുന്ന ആൾക്കാരോട് എപ്പോഴും പറയുന്നൊരു കാര്യം, മഴയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പില്ല മഴ ഉണ്ടാവില്ലെന്ന്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വളവ് കഴിയുമ്പോൾ ക്ലൈമറ്റ് മാറും, ടെറൈൻ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ഫുള്ളി ഗിയർഡ് പോലെ തന്നെ ക്ലൈമറ്റിനും കൂടി വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ കരുതുക. ഇപ്പോൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലൗസ് ആണെങ്കിലും അതെ, മഴയത്ത് അതായത് കയ്യിലൂടെ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പടിച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് തന്നതുമാണ്. എന്നാൽ ഞാൻ ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കിട്ടിയൊരു അവസരം പറ്റിയൊരു റൈഡായിരുന്നു അത്. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ നോർമലി എല്ലാ റൈഡ്സിലും ഗോ ടു റൈഡ് എന്നുള്ള രീതിയിൽ എല്ലാ നോർമൽ ഷോർട്ട് റൈഡ്സ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ മെമ്മറബിൾ ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട്. ഒരു ബൈക്കർ എന്ന നിലയിൽ പുതിയ ബൈക്കേഴ്സിനോട് അല്ലെങ്കിൽ റൈഡിന് പോകുന്ന ആൾക്കാരോട് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്. ഇപ്പോൾ ലോങ് പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി ചൂസ് ചെയ്യാം. അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ലേ പോകുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ ലേ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് വണ്ടി ഓടിച്ച് പോകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓടിച്ച് പോകാം. ഇല്ല, ഇപ്പോൾ നമുക്ക് ടൈം കൺസേൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ ട്രെയിൻ വഴി മാർഗമോ നമുക്ക് പോകാൻ പറ്റും. ട്രെയിനിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പോകണമെങ്കിൽ സ്വന്തം വണ്ടിയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് പാർസൽ ചെയ്യാം. ഇല്ലെങ്കിൽ റെൻ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. റെൻ്റാണെന്നുണ്ടെങ്കിൽ ഓതറൈസ് റെൻ്റൽസ് അത്യാവശ്യം ലേയിലുണ്ട്. ഇപ്പോൾ ഗിയേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഗിയേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് മേടിക്കാം. ഫ്രണ്ട്സിൻ്റെ നിന്ന് കടം മേടിച്ചിട്ട് നമുക്കിപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്കല്ല, ഒരു 10 ദിവസത്തേക്കൊക്കെ അവരിൽ നിന്ന് മേടിച്ചിട്ട് പോകാം. സേഫ്റ്റിയുടെ കാര്യം നമുക്കൊരിക്കലും നമുക്കൊരു കോംപ്രമൈസ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ റോയൽ എൻഫീൽഡോ അല്ലെങ്കിൽ ബജാജിന് ഇന്ന വണ്ടി തന്നെ നിർബന്ധമായിട്ട് വേണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ, ഈ ടെറൈനിലൂടെ ഓടിക്കാൻ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് റെൻ്റൽസിൽ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് വണ്ടികൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുപോലെ ഇത്രയധികം ടിപ്സും കാര്യങ്ങളും നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത ശരത്തിന് താങ്ക് യു.